ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സവാള ബജിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എൻ്റെ രീതിയിലും കൂടി ഒന്ന് നോക്കാം. സവാള ബജി തയ്യാറാക്കാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് സവാളയാട്ടോ. 3 സവാളെങ്കിലും എടുത്താലാണ് കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ. ഒത്തിരി പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സവാള ഒത്തിരി വേണ്ടി വരും കേട്ടോ. തീരെ നൈസായിട്ട് അരിയരുത്, ഇതേപോലെ നീളത്തില് ഇച്ചിരി കനത്തിൽ അരിയാട്ടോ. തീരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ് ക്രിസ്പിയും ആ സ്ട്രക്ചറിൽ കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കനത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഭയങ്കര കട്ടിയല്ല, അന്ന് തീരെ നൈസും അല്ല. ഈ ഒരു പാകത്തിന് കംപ്ലീറ്റ് അരിഞ്ഞെടുക്കാം. ബജിക്ക് വേണ്ടി മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി ഒറ്റയായിട്ട് വേറെ തിരിച്ചെടുക്കണം കേട്ടോ. ഓരോ ലെയറും വേറെ വേറെ തിരിച്ചെടുക്കണം. സവാളയുടെ കടഭാഗം ഉണ്ടല്ലോ, നമ്മൾ തൊണ്ട് കളയുമ്പോൾ തന്നെ ഈ കടഭാഗം ഉള്ളിലേക്ക് നന്നായിട്ട് ചെത്തിക്കളയാട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഒറ്റയായിട്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാൻ ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേപ്പില 2 ഇതളും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടി പോവരുത് കേട്ടോ. ആദ്യം ഇടുമ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ബജിയിൽ ഉപ്പ് മുന്നിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കംപ്ലീറ്റ് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സമയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പത്തേനും സവാളയിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ഇപ്പൊ ഞാൻ സവാള തിരുമ്മി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണത്. സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തിളച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ചൂടാക്കാൻ വെച്ച ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്ത ശേഷം ഇതിലേക്ക് കടലപ്പൊടി ഇട്ട് നമുക്ക് തിരുമ്മി കൊടുക്കണം. കടലപ്പൊടിയുടെ കംപ്ലീറ്റ് കോട്ടിംഗ് ഒന്നും വരുത്തണ്ട കേട്ടോ. ജസ്റ്റ് സവാള അങ്ങോട്ടും ചിക്കിയായി ഒറ്റ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലപ്പൊടി ചേർക്കുന്നത്. ഓവറായിട്ട് കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള ബജിയുടെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ചിലർ ഇതിലേക്ക് അരിപ്പൊടി ഇത് ചേർക്കലുണ്ട് ക്രിസ്പി ആയി കിട്ടാനായിട്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, കടലപ്പൊടിയും കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ആദ്യം അരിപ്പൊടി ചേർക്കലുണ്ടായിരുന്നു, അപ്പോൾ ടേസ്റ്റ് മാറുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എണ്ണ കുടിക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. ഇത്തിരി വലിയ സ്പൂണില് 8 ടേബിൾ സ്പൂൺ നന്നായിട്ട് നിറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കടലപ്പൊടി. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്തത് കുറച്ച് വെള്ളം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഭയങ്കര ഹാർഡായിട്ട് ഇരുന്നുകൊണ്ടാണ്. ഇച്ചിരി മയത്തിൽ നമുക്ക് ബിഡോ കിട്ടണം. ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇത് നമ്മൾ ഷേപ്പ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഇച്ചിരി നുള്ളി എടുക്കുക, അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടയായിട്ട് ഒരു ഭംഗിയില്ലാണ്ടിരിക്കും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ക്രിസ്പി ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇച്ചിരി നുള്ളി എടുത്തിട്ട് അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഓവറായിട്ട് പുകഞ്ഞു നിൽക്കുന്ന സമയത്തൊന്നും ബജി ഇട്ട് കൊടുക്കരുത് കേട്ടോ. സവാള പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ ചൂട് തീരെ കുറവായിരുന്നാലും എണ്ണ കുടിക്കും കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടിന് തന്നെ ഇടാം. എന്നാൽ ഓവറായിട്ട് ചൂടാവാനും പാടില്ല, പുകയാൻ പാടില്ല കേട്ടോ. ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. കരിയാൻ നിൽക്കരുത് കേട്ടോ. ഇതിന് കുറച്ച് സമയം കൂടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയി കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ബജിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, വേറെ ഒന്നും വേണ്ട. പച്ചമുളകും സവാളയും വേപ്പിലയും ഉപ്പും ഇതൊക്കെ മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളല്ലോ. വേറെ കായപ്പൊടിയോ സോഡാപ്പൊടിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലെ റെസിപ്പീസ് ഒക്കെ കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാ റെസിപ്പീസും ഞാൻ ഉണ്ടാക്കി സക്സസ് ആയ റെസിപ്പീസ് ആട്ടോ ഇട്ടിട്ടുള്ളത്. എല്ലാവർക്കും റംസാൻ ആശംസകൾ. താങ്ക് യു.